നമസ്കാരം. ഞാനൊരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഞാനൊരു 10 വരെ എണ്ണാം. ഈ ഫോട്ടോ എന്തിൻ്റേതായിരിക്കണം അതിനെക്കുറിച്ച് നിങ്ങൾ ചെറുതായിട്ടൊന്ന് ചിന്തിക്കുക കേട്ടോ. ഇതാണ് ആ ഫോട്ടോ. ഫോട്ടോ വ്യക്തമായിട്ട് കണ്ടല്ലോ. ആഹാ, ഇതെന്താ സ്വാമി ഇത്ര ചോദിക്കാനുള്ളത്? ഇത് സന്യാസിനിമാരും അല്ലേ? അല്ല സുഹൃത്തുക്കളെ, ഇതിന് ഉത്തരം കിട്ടില്ല നിങ്ങൾക്ക്. ഉത്തർപ്രദേശിൽ നടക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. അതുകൊണ്ട് അതിന് ഉത്തർപ്രദേശ് പേര് വന്നത്. ഉത്തരമില്ലാ പ്രദേശ്. അതിനവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഭരിക്കുന്ന ഒരാൾ അങ്ങനത്തെ ഒരാളാണ്. ഒരു അടിമപ്പണിക്കാരൻ, മോഡിയുടെയും അമിത്ഷായുടെയും നാഗപ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന RSSന്റെയും ഒരു അടിമ തൊഴിലാളി. നല്ല പേരാണ് കേട്ടോ, ആദിത്യനാഥ്, യോഗി ആദിത്യനാഥ്. അയാൾ നടപ്പാക്കിയിട്ടുള്ള ഒരു കാവ്യവൽക്കരണ പരിപാടിയുടെ ഭാഗം, സാഫ്രണൈസേഷൻ, അതിൻ്റെ ഒരു ഭാഗമായിട്ട് പോലീസുകാർക്ക് കൊടുത്ത വേഷമാണിത്. ഇനി പോലീസുകാർ ഈ വേഷത്തിലാണ് നമ്മളിവിടെ കാണുക. ഈ വേഷത്തിലാണ് ഇനി പോലീസുകാരവിടെ കാണുക. അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? പോലീസുകാർക്ക് കാവ്യവേഷവും രുദ്രാക്ഷമാലയും. UP സർക്കാരിൻ്റെ കാവ്യവൽക്കരണ നടപടിക്കെതിരെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. അവിടെ ഒരു വിമർശനത്തിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ നടക്കണം. എന്നിട്ട് ലോകം കാണണം. ഇന്ത്യ മാത്രമല്ല, ലോകം കാണണം ഇത്. പോലീസുകാർക്ക് യൂണിഫോമായിട്ട് കാവ്യവേഷവും രുദ്രാക്ഷമാലയും നൽകിയിട്ട് UP സർക്കാർ, അവിടെ തന്നെ ഗവൺമെൻറ്, പ്രതിപക്ഷവും മറ്റുള്ള ആൾക്കാർക്കും വലിയ വിമർശനമാണ് ഉയർത്തിയിട്ടുള്ളത്. കാശി വിശ്വനാഥ് ക്ഷേത്രം, കേട്ടിട്ടുണ്ടല്ലോ, ബനാറസ് കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലെ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ, അവർക്കാണ് യൂണിഫോമായിട്ട് പുതിയ വേഷം നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ വന്നിട്ടുണ്ടായിരിക്കും, ഇത് വ്യാപകമാകും. ഇനി അടുത്തത് വരാൻ പോകുന്ന എവിടെയാ? കാശി വിശ്വനാഥ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ കാവ്യ വസ്ത്രധാരികൾ രുദ്രാക്ഷവും ജപിച്ച് പൊട്ടും കുത്തി എല്ലാം കുത്തി കൈമ കെട്ടി തിലകം ചാർത്തിയുള്ള പോലീസുകാർ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി എവിടെയാ വരാൻ പോണേ? അത് പറ. അയോധ്യയിലും ചുറ്റുപാടുള്ള പോലീസുകാരുടെ മുഴുവൻ വേഷപ്പ് ഇതായിരിക്കും. ഇനി പൂജാരിമാരെല്ലാം കാണുമ്പോൾ എന്താ തോന്നുക? നമ്മൾ പള്ളിയിലെ അച്ഛന്മാരെ കാണുമ്പോൾ ആൾക്കാർ പറയും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇവരെ കാണുമ്പോൾ, പോലീസുകാരെ കാണുമ്പോൾ ആൾക്കാരെന്താ പറയുക? ശംഭോ മഹാദേവ തന്നെ ഉണ്ടാവും. ഇനി പൂജാരിമാർ, ഇവരെ കണ്ട പൂജാരിമാരെന്നല്ലേ തോന്നുക? അല്ലെങ്കിൽ സന്യാസിമാരെന്നല്ലേ തോന്നുക? പുരുഷന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് മുണ്ടും കുർത്തയും, വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സൽവാർ കുർത്തയും ആണ് വേഷം. ഇത് ഭയങ്കര അത്ഭുതമായില്ലേ? ഒരത്ഭുതവുമില്ല. കാരണം എന്താണത്? ഇത് കേരളത്തിലൊന്നുമല്ലോ നടന്നിട്ടുള്ളത്. ശബരിമലയിൽ അവിടെ മകരവിളക്ക് സമയത്തൊക്കെ പോലീസുകാരുണ്ട് അവിടെ. ആ പോലീസുകാരവിടെ പാളത്താറുടുത്ത് പൂണൂലിട്ട് അങ്ങനെയാണ് അവിടെ ചെന്ന് നിൽക്കുന്നത്. അവർ പോലീസുകാരെ വേഷം കെട്ടി തന്നെ അവിടെ ചെന്ന് നിൽക്കുന്നത്.
ഇതിപ്പോൾ ഇവരെ കാണുന്ന സമയത്ത് ഇവരെന്തെങ്കിലും പോലീസുകാരാ ആരോടും പറയും എന്താണോ കാണിക്കണേ താൻ പോടോന്ന് പറയും. അതിന് പൂജാരിമാർ താൻ തന്നെ പണി പോയി നോക്കണോ, അമ്പലത്തിൽ പൂജയിലിടോ തൻ്റെ തൊഴിൽ അവിടെ പോയി എന്ന് പറയില്ലേ? അത് പോലീസുകാർക്ക് അവരുടെ മുദ്ര വേണ്ടേ? ഉത്തർപ്രദേശിലാണ് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിനൊന്നും അനുഭവപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും വായിൽ കൂടെ ആഹാരം കഴിക്കുമ്പോൾ അവർ വായിൽ കൂടെ കഴിക്കുന്നത് എന്താ അവർ വായിൽ കൂടെ കഴിക്കുന്നത്? നമ്മളെല്ലാവരും ചൂടാക്കി തണുപ്പിച്ച വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ അവരെന്താ കുടിക്കണേ? പശുവിൻ്റെ പാല് കൊണ്ട് കല്ലിൻ്റെ മുകളിൽ ഒഴിക്കും. പശുവിൻ്റെ പാല് കൊണ്ട് ഗംഗ ശുദ്ധീകരിക്കാൻ വേണ്ടി അവിടെ ലിറ്റർ കണക്കിന് ബാരൽ കണക്കിന് പാലവിടെ കൊണ്ട് ഒഴിക്കും. പാലങ്ങനെ കളയും. എന്നിട്ട് ഇവർ പശുവിൻ്റെ മൂത്രം കുടിക്കും. എന്നിട്ട് പശുവിൻ്റെ ചാണകം തിന്നും. ഇന്നിപ്പോൾ അമേരിക്കയിൽ പോലും ഇന്ത്യക്കാരുടെ പേരെന്താ അറിയാം? ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള മുസ്ലിമുകളുടെയും ഇന്ത്യക്കാരാണെന്ന് വെച്ചാൽ അത് മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദു നോക്കിയാൽ അവർ പറഞ്ഞ കൗഡങ് എന്നാ പറഞ്ഞത്. ചാണകം അവിടെയും പറയാൻ തുടങ്ങി. കൗഡങ് എന്ന് പറയാൻ തുടങ്ങി, ചാണകം എന്ന് പറയാൻ തുടങ്ങി. ഷിറ്റ് എന്ന് പറഞ്ഞാൽ ചാണകം എന്നർത്ഥം. അവിടെ പോലും ഹിന്ദു വിരോധം കൊടികുത്തി വാഴുകയാണ്. അവിടെ ഹിന്ദു ഫോബി ആരംഭിച്ചിട്ടുണ്ട്. അവിടെ അതവിടെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ഇട്ടിരുന്നു. അപ്പം ആയതുകൊണ്ട് തന്നെ പാലൊഴുക്കി കളയുകയും മൂത്രം കുടിക്കുകയും ചാണകത്തിനടുത്ത് ഉരുളുകയും ചാണകം കേക്കായിട്ട് കഴിക്കുകയും ചെയ്യുന്ന ഉത്തർപ്രദേശിൽ ഇതല്ല, ഇതിൻ്റെ അപ്പുറവും കണ്ടവനാണ് ഈ ജോസഫ് എന്ന് പറഞ്ഞിട്ട് ഇന്നസെന്റ് പറഞ്ഞില്ലേ, ഇതിനപ്പുറവും ചാടിക്കടന്നവനാണ് എന്ന് പറഞ്ഞ പോലെ അതിനപ്പുറം ഇതാണ് കുരങ്ങന്മാരുടെ ഭരണം. കുരങ്ങന്മാർക്ക് പോലും ബുദ്ധിയുണ്ട്. ഞാൻ ഉത്തരേന്ത്യയിലുള്ള സമയത്ത് ഋഷികേശിലുള്ള സമയത്ത് ഈ കുരങ്ങന്മാർക്ക് സ്വഭാവമുണ്ട്. ഞാനൊരു സഞ്ചിയും പിടിച്ചു പോയ കുരങ്ങന്മാർ നോക്കിയിരിക്കുകയുള്ളൂ. ആ സഞ്ചി ഒരു പെണ്ണാണ് പിടിച്ചു കൊണ്ടുപോകണമെങ്കിൽ അവർ പിടിക്കാൻ വരും, സഞ്ചി പിടിക്കാൻ വരും. അപ്പോൾ ആണും പെണ്ണും അവർക്കറിയാം, ഒരു പെണ്ണ് കല്ലെടുത്ത് എറിഞ്ഞാൽ അവരെ മേലെ കൊള്ളില്ല എന്ന് അവർക്കറിയാം. അവരിങ്ങനെ മാറിയിരിക്കും. ഞാനൊരു കല്ലെടുത്ത് എല്ലാവരും ഓടും, ആണുങ്ങൾ കല്ലെടുത്ത് കഴിഞ്ഞാൽ, ആൺപിള്ളേർ കല്ലെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ കുരങ്ങന്മാർക്ക് പോലും ബുദ്ധിയുണ്ട്. പക്ഷേ ഉത്തർപ്രദേശിൽ ഭരിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും നമ്മുടെ ടിങ്കുബായി ആദിത്യനാഥ് അയാളുടെ കാട്ടായങ്ങളായി കാണുന്നത്. ആയതുകൊണ്ട് നമുക്ക് ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്യട്ടെ, അതെല്ലാവരും ചർച്ച ചെയ്യട്ടെ, അത് ലോകം മുഴുവൻ അറിയട്ടെ. ഇനിയിപ്പോൾ നാണം കിടാവുന്നിടത്തോളം ഈ നാണം കെട്ട് കഴിഞ്ഞു. ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പുറത്ത് അറിയുന്നത് ചാണകം തീരികളും മൂത്രം കുടിയന്മാരെന്ന് അറിയുന്നത്. ഇനിയിപ്പോൾ ഏതായാലും കലക്കി, ഇനി നന്നായിട്ടാണ് കലങ്ങട്ടെ. അതുകൊണ്ട് നമ്മളതിൽ വിമർശിക്കാൻ പോകണ്ടെന്ന് അർത്ഥം. വിശ്വാസികൾക്കിടയിൽ പോലീസ് യൂണിഫോം കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഈർഷ്യ വന്നാലോ അത് മാറ്റിയെടുക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വേഷം കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഈ വേഷം കൊടുത്ത ന്യായീകരണ പറയുന്നത്. ഇങ്ങനെ അവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്താ ട്രെയിനിങ് കൊടുക്കണമെന്ന് അറിയാമോ? ഒരാളവിടെ എന്തെങ്കിലും വൃത്തിയായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് പറയണം, ശംഭോ മഹാദേവ സോദര എന്നിത്യാദി മന്ത്രങ്ങൾ, ഹിന്ദിയിൽ ഗീതാമന്ത്രങ്ങൾ, അഹന്യഹരി ഭൂതാനി പ്രവിശന്തീയമാലയം, ഇതൊക്കെയും പറയാൻ പഠിപ്പിക്കണം. ഇനി എല്ലാം സംസ്കൃതത്തിലായിരിക്കും. ഒരാൾ വരുമ്പോൾ പറയും, ഏഹി കടന്നു വരൂ സോദര. പോലീസുകാരാ എന്നാ അവർക്ക് അടി കിട്ടാന്നറിയില്ല. ഈ കടന്നു വരുന്നവരെന്ന് സാധാരണക്കാരല്ലേ. പോലീസിൻ്റെ വേഷം കാണുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും. ഇത് കാണുമ്പോൾ തമാശയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഡ്യൂട്ടിയിലെത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇനി പരിശീലനവും കൊടുക്കുന്നുണ്ട്. പോലീസ് കമ്മീഷണർ അവിടുത്തെ രോഹിത് അഗർവാൾ, അയാളെന്ത് ചെയ്യും? അയാൾ IPS കാരനായിരിക്കും, പക്ഷെ അയാളെന്ത് ചെയ്യും? അതിനേക്കാൾ വലിയ PS കാരനല്ലേ അവിടെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയേക്കാൾ വലിയ PS അല്ലേ ഡൽഹിയിലുള്ള മറ്റേ പ്രധാനമന്ത്രി. അപ്പോൾ അവരൊക്കെ കണ്ടിട്ടായിരിക്കും പഠിക്കുക. പരമ്പരാഗതമായിട്ടുള്ള യൂണിഫോം, നമ്മളൊക്കെ ഇവിടുത്തെ പോലീസുകാർ അതുപോലത്തെ ഒരു യൂണിഫോം, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭക്തരെ സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ള പേരിലാണ് കാവ്യവൽക്കരണ പരിഷ്കരണം നടപ്പാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ സാധാരണ പോലീസുകാർക്ക്
ഈ കാവ്യവസ്ത്രമായപ്പോൾ എന്താ കുഴപ്പം? സാധാരണ ഏറ്റവും രസം, ഞാൻ പെട്ടെന്ന് ഓർമ്മ ഒന്നും പറയാണ്, ഈ കാവ്യവസ്ത്രം ധരിച്ച് സന്യാസിമാർക്ക് അമേരിക്കയിൽ പോകാൻ പറ്റില്ല, പോലീസ് പിടിക്കും. കാരണം എന്താ അറിയാമോ? അവിടെയുള്ള ജയിലുകളിൽ പാർപ്പിക്കുന്ന കുറ്റവാളികൾക്ക് കൊടുക്കുന്ന വേഷം ഓറഞ്ചാണ്, കടും കാവ്യ കൊടുക്കുന്നത്. അതുകൊണ്ട് ഏതൊരു സ്വാമിമാർ പുറത്തിറങ്ങി നടക്കണം അപ്പിടിക്കണവനെ പറയും, കാരണം അവൻ ജയിലിൽ അടിയുന്നതെന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ അവിടെ പോകുന്ന സന്യാസിമാർ, അതാണ് ഇസ്കോൺകാരൊക്കെ വെള്ള വസ്ത്രം ധരിക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്ന ആൾക്കാർ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാവ്യവസ്ത്രധാരികൾ അവിടെ വെള്ളവസ്ത്രം ധരിച്ചു നടക്കും. അതേ സമയത്ത് ദുബായിലേക്കും പോകുന്ന സമയത്ത്, ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഓർക്കുന്നു എനിക്കറിയില്ല, ഞാൻ ദുബായിൽ പോയ സമയത്ത് എനിക്ക് 100 ചില്ലാനും കിലോ തൂക്കമുണ്ട്, 5 അടി 11 ഇഞ്ച് ഉയരമുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ താടിയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കാവ്യവസ്ത്രമൊക്കെയും കൂടി കാണുമ്പോൾ ആൾക്കാർ ഇതൊരു ഭൂതം മുഴുവൻ പറയും. അല്ലെ കുട്ടികൾ പറയും, അമ്മ വൺ ഗോസ്റ്റ് ഈസ് കമ്മിങ് എന്നൊക്കെയും പറയും. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് ഞാൻ കുറച്ചും കൂടി ഒന്ന് ലൈറ്റ് ആക്കിയിട്ടൊരു കളറായിട്ട് അവിടെ ഇറങ്ങിച്ചെന്നത്. പക്ഷെ നമ്മളുടെ പ്രിയപ്പെട്ട യൂസഫലിക്ക പറഞ്ഞൊരു കാര്യം എൻ്റെ ഹൃദയത്തിൽ തട്ടിയൊരു കാര്യമാണ്. ഇതെന്താ സ്വാമി ഇത്? സ്വാമി അതിൽ കാണുന്ന പോലെ തന്നെ വരണം, അത് ഞങ്ങൾക്ക് അഭിമാനമാണെന്നാണ് പറഞ്ഞത്. ഒരു ഇന്ത്യൻ സന്യാസി അവിടെ വരുന്നത് അവർക്ക് അഭിമാനമാണ്, അതവർ തെളിയിച്ചിട്ടുള്ളതാണ്. സ്വാമിനാരായണ ഗ്രൂപ്പിലെ സന്യാസിമാർ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഷെയ്ഖ്, അവിടുത്തെ മന്ത്രി, ടോളറൻസ് മന്ത്രി ബഹുമാനപ്പെട്ട അൽ നഹിയാൻ, അദ്ദേഹം കാറിൽ കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയുടെ അവിടെ കൈ കൊണ്ടുവയ്ക്കുന്നു. ആ കാറിൽ കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ തല ഡോറിൻ്റെ മേലെ, അല്ല മറ്റേ കാറിൻ്റെ ഭാഗമുള്ള അവിടെ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ആലോചിച്ച് നോക്കണം. ഞാൻ അവിടെ പോയി കഴിഞ്ഞ 2 മാസം, ഈ സമയത്ത് അവിടെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഈ വേഷം ധരിച്ചാൽ പുറത്തു പോയിരുന്നത്. അവിടെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു കയറ്റി, പോലീസ് സ്റ്റേഷൻ പരിചയപ്പെടുത്തി, എനിക്ക് കൊക്കോകോള എന്തോ സാധനങ്ങൾ തന്നു, സന്തോഷമായിട്ട്. അവിടെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ റാം റാം, അവരങ്ങനെയാണ് പറയുക, റാം റാം, ആ വിളികളുമായിട്ട്. പക്ഷേ ഇന്ത്യയിൽ ഈ വസ്ത്രത്തിൻ്റെ വില കുറഞ്ഞ് പോവുകയാണ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ പട്ടിയുടെ വിലയുള്ളൂ സന്യാസിമാർക്ക്, കേരളത്തിൽ തമിഴ്നാട്ടിലൊക്കെ പട്ടിയുടെ വിലയില്ല, പട്ടിക്കാട്ടത്തിൻ്റെ വില അത്രയേ ഉള്ളൂ. നാളൊരു കോഴിക്കോടൻ സന്യാസി, RSS ബ്രാൻഡഡ് സന്യാസിയാണ്. അയാൾ പറഞ്ഞു, ഗുരുവായൂർ എല്ലാ ക്ഷേത്രങ്ങളിലും ആരെയും കിടത്താം, പാൻറ്റും ഷർട്ടൊക്കെ ഇട്ട് കയറാം, തൊപ്പിയും ധരിച്ച് കയറാം എന്നൊക്കെ പറഞ്ഞപ്പോൾ RSകാർ തന്നെ കൊടുത്തു അയാളുടെ മോന്തൊക്കെ ഇട്ട് അവിടെയും ഇവിടെയും ഷേപ്പ് അങ്ങോട്ട് മാറ്റി വിട്ടു. ഞാൻ അതിൻ്റെ വിജ്ഞാർത്ഥത്തിലാണ് പറയണത്. ഇനി താൻ ഈ വാക്കും പറഞ്ഞ് ഇവിടെ വരരുതെന്ന് അവരെന്നെ പറഞ്ഞു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, താൻ ആരാധക അന്വേഷിക്കാൻ, അമ്പലത്തെ കാര്യം അത് അന്വേഷിക്കാൻ ഇവിടെ RSകാരാണ് പറഞ്ഞത്. അതന്വേഷിക്കാൻ പൂജാരിമാരുണ്ട്, തന്ത്രിമാരുണ്ട്, താൻ ആരാധന ചോദിച്ചത്. നല്ല കാര്യമാണ് അവർ ചെയ്തത്, RSകാർ ചെയ്തത് നല്ല കാര്യമാണ്. സന്യാസിമാർക്ക് അമ്പലത്തിൽ യാതൊരു പ്രവേശനമില്ല, അവരെ വിളിച്ച് കയറ്റുമില്ല. എന്നാലും പിന്നാലെ പോയിട്ട് ആധ്യാത്മിക പ്രഭാഷണം എന്ന് പറഞ്ഞ് 300 രൂപയും 400 രൂപയും പിച്ച കാശും വാങ്ങിച്ചു കൊണ്ടുവന്ന് സന്യാസ വംശത്തിന് വില കളയുന്ന കുറേ ആൾക്കാരാണ് ഇവരെല്ലാവരും. ആർക്കും വേണ്ടവരെ. അതെന്തോ ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അതിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഇനി വരാൻ പോകുന്നപ്പോൾ ഇലക്ഷൻ വരാൻ പോവാണ്. ഇപ്പം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു. അങ്ങനെ ഇന്ന് പറഞ്ഞതാണ്, ഇഷ്ടമുള്ളത് ചെയ്യും. അപ്പോൾ ഇതുവരെ ചെയ്തതോ അതും ഇഷ്ടമുള്ളതൊക്കെയല്ലേ ചെയ്തിട്ടുള്ളത്. ഇനി ഏകീകൃത സിവിൽ കോഡ്, വ്യക്തിവൽക്കരണം, എല്ലാ വ്യക്തികൾക്കും ഒരേ നിയമം, അതൊക്കെയാണ് വരാൻ പോകുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, CAയും എല്ലാ സാധനങ്ങളും ഇവിടെ വരണം, എല്ലാം വരണം. അങ്ങനെ വരുന്ന സമയത്ത് മോഡിയെയോ അമിത്ഷായെയോ അല്ലെങ്കിൽ മോഹൻ ഭാഗവതിനെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. ഇന്ത്യക്കാരല്ലേ വോട്ട് ചെയ്യുന്നത്. കേരളത്തിൽ തന്നെയുള്ള ആളുകൾ അവരെത്ര വലിയ മലമറക്കുന്ന പ്രസ്താവന നടത്തിയാലും മോഡിയെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഇതല്ലേ പറയുന്നത്. VD സതീശനാണെങ്കിലും ഇവരുടെ മുസ്ലിം സൊസൈറ്റിയിലെ ആൾക്കാരാണെങ്കിലും മോഡിയുടെ പേര് പറഞ്ഞ ഉടനെ ഇതിൽ കൂടി തേനൊലിക്കും. അതല്ലേ അവസ്ഥ. അപ്പോൾ അവർക്കൊക്കെ തലയ്ക്ക് അടി കിട്ടണം. കുട്ടിക്കാലത്ത് ഞങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന സ്കൂളിലുണ്ടായിരുന്ന കോമ വിജയുണ്ട്. അവനവൻ്റെ വീടിൻ്റെ പുറകിൽ കാടാ. അവനവിടുന്ന് വടി വെട്ടിക്കൊണ്ടിരും.
അപ്പം അവൻ്റെ വീടിൻ്റെ പുറകിൽ കാടാണ്, ആ കാട്ടിൽ നിന്ന് വടി വെട്ടിക്കൊണ്ടത് മാഷുമാർക്ക് കൊടുക്കും. ചൂരൽ ആദ്യ അടി കിട്ടുക അവന് തന്നെയാണ്. ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഉള്ള ആളുകൾ പലതരം രാഷ്ട്രീയ പാർട്ടി, മുസ്ലിം ലീഗിൻ്റെ ഇവിടെ, കേരള കോൺഗ്രസിൻ്റെ ഇവിടെ, ഇടതുണ്ട് വലതുണ്ട്, എല്ലാവർക്കും മോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ തേനൊലിക്കും. അപ്പോൾ അവർക്ക് കിട്ടണം, അടി കിട്ടണം. ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ശരിയല്ല എന്ന് പറയാൻ ആരുമില്ല ഇവിടെ. ഏതായാലും ഈ ഇലക്ഷനിൽ പ്രതീക്ഷ ഇപ്പോൾ ഉത്തരേന്ത്യക്കാർ തന്നെയാണ്. അവരുടെ മനസ്സ് ഇളകിയിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധി ഹിമാലയത്തിൻ്റെ എവറസ്റ്റിൻ്റെ മുകളിൽ കയറി നിന്ന് തൻ്റെ അപ്രമാദിത്വം കാണിച്ച സമയത്താണ് ഇടിച്ചു താഴെയിട്ടത്. അതിന് കഴിവുള്ളവരാണ് ഉത്തരേന്ത്യക്കാർ. അതേ ഉത്തരേന്ത്യക്കാർ 400 സീറ്റ് എന്നുള്ളത് 300 സീറ്റല്ല, 250 സീറ്റല്ല, 200 സീറ്റല്ല, 150 സീറ്റും അതും ചിലപ്പോൾ കൊടുക്കാൻ കഴിവുള്ളവരാണ്. ഒരു മൂലയ്ക്ക് ഇരുത്തും. ഇനിയിപ്പോൾ അതേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ, വേറൊന്നും പ്രാർത്ഥിക്കാൻ കഴിയില്ല. അത് സംഭവിക്കട്ടെ, ജൂൺ 4-ാം തീയതി അത് സംഭവിക്കട്ടെ. അതല്ലെങ്കിൽ ഇപ്പം പോലീസുകാരോട് പറഞ്ഞിട്ടുള്ളത് കാവ്യവസ്ത്രം ഇട്ട് നടക്കാൻ. നാളെ പള്ളിയിലെ അച്ഛന്മാരോട് പറയും, അതേ ഈ വെള്ളവസ്ത്രം പറ്റില്ല, കാവ്യവസ്ത്രം ഇട്ട് നടക്കും, രുദ്രാക്ഷം ഇട്ട് നടക്കും, എന്താ കുറിയിടാത്തത്, അതുവരെ ചോദിക്കും ഇവിടെ. അവിടേക്കാണ് കാര്യങ്ങൾ പോണത്. നമസ്കാരം.